ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബ്ലൂ ബോക്സ് എന്ന ആനിമി സീരീസിൻ്റെ സീസൺ 1 എപ്പിസോഡ് 1 ആണ്. വെയിറ്റ്, നിങ്ങളിപ്പോൾ കരുതുന്നുണ്ടാകും ഞാൻ വേറൊരു ആനിമി സീരീസ് സ്റ്റാർട്ട് ചെയ്തതാണെന്ന്. ബട്ട് അങ്ങനെയല്ല. ഫയർഫോഴ്സിന് മുമ്പ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനിരുന്ന ആനിമി ആയിരുന്നു ബ്ലൂ ബോക്സ്. അങ്ങനെ ഞാൻ ഏകദേശം സ്ക്രിപ്റ്റൊക്കെ കംപ്ലീറ്റ് ആക്കി ഈ ആനിമി വേറെ ഏതെങ്കിലും ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയപ്പോഴാണ് ഞാൻ കാണുന്നത് ഈ ആനിമി വേറൊരാൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് ഞാൻ ഡൗൺ ആയി. കാരണം ഞാൻ അത്രയും ടൈം ഈ ആനിമിയുടെ സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ എടുത്തിട്ടുണ്ട്. ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തതല്ലേ, അപ്പോൾ അത് വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട എന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അത് മൈൻഡിൽ വെച്ച് വേണം ഈ വീഡിയോ കാണാൻ. നേരത്തെ പറഞ്ഞതുപോലെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. പിന്നെ ഈ വീഡിയോക്ക് വളരെ നല്ല റെസ്പോൺസ് ആണെങ്കിൽ മാത്രമേ ഞാൻ സെക്കൻഡ് എപ്പിസോഡ് അപ്ലോഡ് ചെയ്യൂ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഈ കഥയുടെ നായകനായ ടൈക്കിയാണ് കാണിക്കുന്നത്. അവൻ ഈ രാവിലെ തന്നെ പോകുന്നത് അവന്റെ സ്കൂളിലെ ജിമ്മിലേക്കാണ്. ജിം എന്ന് വെച്ചാൽ എല്ലാ സ്കൂളിലും സ്റ്റുഡൻസിന് അവരവരുടെ സ്പോർട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടാകുമല്ലോ. ഇപ്പൊ ടൈക്കി അവിടേക്കാണ് ധൃതി പിടിച്ച് പോകുന്നത്. ഇങ്ങനെ പോകുന്ന വഴിക്ക് ടൈക്കി മനസ്സിൽ പറയുന്നുണ്ട്, എനിക്ക് അവിടെ ആദ്യം എത്തണം, എനിക്ക് എന്റെ ദിവസം ഒരാളെ കണ്ടുകൊണ്ട് തുടങ്ങണം. ഇങ്ങനെ പറഞ്ഞ് ടൈക്കി അവിടെ എത്തുന്നു. ദെൻ അവൻ ഡോർ തുറന്നതും അവന്റെ മുഖത്ത് ഒരു ബാസ്കറ്റ് ബോൾ വന്ന് ഇടിക്കുന്നു. ഇത് കണ്ട് ആ ബാസ്കറ്റ് ബോൾ കളിച്ച പെൺകുട്ടി, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ? ഐ ആം സോറി, ഞാൻ പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു, ഞാനൊന്ന് നോക്കട്ടെ. ഓ, ഇവിടെ ഒരു പാടുണ്ട്. ഇത് കണ്ട് ടൈക്കി നെർവസ് ആയി, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പൊ ആ പെൺകുട്ടി തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചോക്ലേറ്റ് നമ്മുടെ ടൈക്കിക്ക് കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇതിന് പകരം നീ എന്നോട് ക്ഷമിക്കില്ലേ? ഇത് കണ്ട് ടൈക്കി വീണ്ടും നെർവസ് ആകുന്നു. ടൈക്കി പഠിക്കുന്നത് ഐമ എന്ന ഒരു പ്രൈവറ്റ് സ്കൂളിലാണ്. ഈ സ്കൂൾ ഒരു ജൂനിയർ ആൻഡ് സീനിയർ ഹൈസ്കൂൾ ആണ്. ആൻഡ് ഈ സ്കൂൾ അറിയപ്പെടുന്നത് സ്പോർട്സ് പവർ ഹൗസ് എന്നാണ്. എന്ന് വെച്ചാൽ ആ നാട്ടിലെ ബെസ്റ്റ് സ്പോർട്സ് സ്കൂൾ ഇതാണ്. ഇപ്പൊ നമ്മുടെ ടൈക്കി തന്റെ ജൂനിയർ ടീമിൽ നിന്ന് സീനിയർ ടീമിലേക്ക് ജോയിൻ ചെയ്തു. ടൈക്കി ഒരു ബാഡ്മിന്റൺ പ്ലെയർ ആണ്. രാവിലെയാണ് മെയിൻലി ഇവർ പ്രാക്ടീസ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ അവൻ എപ്പോഴും ജിമ്മിൽ ആദ്യം എത്താൻ ശ്രമിക്കും. ബട്ട് എല്ലാ തവണയും അവന് മുമ്പ് നമ്മൾ മുമ്പ് കണ്ട പെൺകുട്ടി വന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാകും. അവളുടെ പേര് ഷിനാറ്റ്സു കാനോ എന്നാണ്. ഷിനാറ്റ്സു ഗേൾസ് ബാസ്കറ്റ്ബോൾ ടീമിലെ അംഗമാണ് ആൻഡ് ടൈക്കിയുടെ സീനിയർ കൂടിയാണ്. ടൈക്കി അവളെ കാണാൻ വേണ്ടിയാണ് ധൃതി പിടിച്ചു വന്നത്. കാരണം ടൈക്കിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്. അവിടുന്ന് കട്ട് ചെയ്ത ഇപ്പൊ എല്ലാവരും എത്തി അവരവരുടെ സ്പോർട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. ടൈക്കി അവിടെ നിന്ന് എനിക്ക് ഷിനാറ്റ്സുവിനെ കല്യാണം കഴിക്കണം. അപ്പൊ അവിടെ നിന്ന് അതൊരിക്കലും നടക്കില്ല എന്ന് അവന്റെ സുഹൃത്തായ ക്യോ പറയുന്നു. ക്യോ ചോദിക്കുന്നു, നീ മാരേജ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എനിക്ക് എല്ലാ ദിവസവും ഷിനാറ്റ്സുവിനെ കണ്ടുകൊണ്ട് തുടങ്ങണം. ഇത് കേട്ടിക്കോ, നീ ആദ്യം അവളൊരു ഡേറ്റിനെ കൊണ്ടുപോകും. ഷിനാറ്റ്സു ബാസ്കറ്റ്ബോൾ ടീമിന്റെ നെക്സ്റ്റ് ഏസ് ആണ്. അവൾക്ക് നല്ല ടാലന്റും പേഴ്സണാലിറ്റിയും പിന്നെ സ്റ്റാർ ക്വാളിറ്റിയും ഉണ്ട്. അവൾ സ്കൂളിൽ മാത്രമല്ല പുറത്തും വളരെയധികം ഫേമസ് ആണ്. ആൻഡ് നിന്റെ കാര്യം പറയുകയാണെങ്കിൽ നീ നിന്റെ സ്പോർട്ടായ ബാഡ്മിന്റണിൽ കാര്യമായ ഒന്നും തന്നെ അച്ചീവ് ചെയ്തിട്ടില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ നീ പോപ്പുലറുമല്ല, നീ വെറും ഒരു ഹൈസ്കൂൾ പ്ലെയർ മാത്രമാണ്. ഇതൊക്കെ കേട്ട് ടൈക്കി വല്ലാണ്ടാവുന്നുണ്ട്. നിന്നെ അവളുമായി കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. നിനക്ക് പ്രാക്ടീസ് ടൈമിൽ മാത്രമേ അവളുമായി സംസാരിക്കാൻ സാധിക്കൂ. ഇതൊക്കെ കേട്ട് ടൈക്കി, ആദ്യം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, എങ്കിൽ മാത്രമല്ലേ വിജയിക്കാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ അവൾ നിന്റെ പേര് ഓർത്തു വെക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യണം. ദെൻ അവളുടെ കോണ്ടാക്ട് വാങ്ങണം. ഇങ്ങനെ ഇവർ സംസാരിക്കുമ്പോൾ ആരോ പുറകിൽ നിന്ന് വന്ന് ടൈക്കിയെ പേടിപ്പിക്കുന്നു. അങ്ങനെ ഇതാരാണെന്ന് നോക്കുമ്പോൾ അത് ടൈക്കിയുടെ കൂട്ടുകാരിയായ ഹീനയാണ്. ഇത് കണ്ട് ടൈക്കി, നീ എലിമെന്ററി സ്കൂളിലാണോ പഠിക്കുന്നത്? നോ, ഞാൻ ഈ സ്പ്രിംഗിൽ നിങ്ങളെ പോലെ ഒരു ഹൈസ്കൂളറായി മാറും. ആൻഡ് എലിമെന്ററി സ്കൂളിന് ശേഷം എന്റെ ഹൈറ്റ് 7 സെന്റിമീറ്റർ കൂടിയിട്ടുണ്ട്. ഇത് കേട്ട് ടൈക്കി, ബട്ട് നിന്റെ ഹൈറ്റ് 150 സെന്റിമീറ്ററിന് താഴെയാണ്. ഇത് കേട്ട് ദേശത്തിൽ ഹീന, നിന്റെ ഹൈറ്റ് 170 പോലും ഇല്ല, എന്നിട്ടാണോ നീ എന്നെ കളിയാക്കുന്നത്? ഇതൊക്കെ കണ്ടോ ഇവർ രണ്ടുപേരും എലിമെന്ററി സ്കൂളിലെ കുട്ടികളെ പോലെയാണ് പെരുമാറുന്നത് എന്ന് മനസ്സിൽ പറയുന്നു. ദെൻ ടൈക്കി ഹീനയോട് ഗേൾസിന് എന്തൊക്കെയാണ് ഇഷ്ടമെന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് ഹീന വളരെയധികം എക്സൈറ്റഡ് ആകുന്നു. നീ റിലേഷൻഷിപ്പിനെ പറ്റിയാണ് സംസാരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നീ ഇത് എനിക്ക് വിട്ടുതാ. ആദ്യത്തേത് വീക്ക് ആകാൻ പാടില്ല. നീ എപ്പോഴും അവർക്ക് മുമ്പിൽ കാമും റിലയബിളും ആയിരിക്കണം. ആൻഡ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്, നീ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. ഹീനയുടെ ഫാന്റസീസ് ഒക്കെ കേട്ട് ടൈക്കി വല്ലാണ്ടാവുന്നു. അവിടുന്ന് കട്ട് ചെയ്ത അടുത്ത ദിവസം രാവിലെ ആകുന്നു. ടൈക്കി എപ്പോഴത്തും പോലെ ജിമ്മിലേക്ക് പോകുന്നു. അപ്പൊ അവൻ ജിമ്മിന് വെളിയിൽ ഷിനാറ്റ്സുനെ കാണുന്നു. അവൾ അവിടെ എന്തോ ബുക്ക് നോക്കിയിരിക്കുകയാണ്. ഇത് കണ്ട് ടൈക്കി, മേ ബി ജിം ഓപ്പൺ ആയിട്ടുണ്ടാകില്ല. ദെൻ ടൈക്കി അവളുടെ അടുത്തേക്ക് പോകുന്നു. അവിടെ നിന്ന് ടൈക്കി ഷിനാറ്റ്സിനോട് എങ്ങനെ സംസാരിക്കുമെന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് ഷിനാറ്റ്സു തുമ്മുന്നു. ഇത് കണ്ട് ടൈക്കി പെട്ടെന്ന് തന്നെ തന്റെ സ്കാർഫ് എടുത്ത് അവൾക്ക് കൊടുക്കുന്നു. ദെൻ ടൈക്കി തന്റെ ബാഗിൽ നിന്ന് ഓരോ ഐറ്റംസ് വെളിയിലെടുത്ത് അവൾക്ക് കൊടുക്കുന്നു. പെട്ടെന്ന് ടൈക്കി താൻ ഇവിടെ എന്താണ് കാണിക്കുന്നതെന്ന് റിയലൈസ് ചെയ്യുന്നു. അപ്പൊ ഷിനാറ്റ്സു അവനെ നോക്കുന്നു. ഇത് കണ്ട് ടൈക്കി, എന്ത് പറ്റി? ഞാൻ ക്യൂരിയസ് ആണ്, നീ അടുത്തതായി എനിക്ക് എന്താണ് നൽകാൻ പോകുന്നതെന്ന്. ഇത് കണ്ട് ടൈക്കി ബാഗിൽ ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നു. ഇത് കണ്ട് ഷിനാറ്റ്സു ചിരിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ തമാശ പറഞ്ഞതാണ്. ഇങ്ങനെ ഇരിക്കെ ടൈക്കി തുമ്മുന്നു. അപ്പൊ ഷിനാറ്റ്സു ടൈക്കി അവൾക്ക് കൊടുത്ത സ്കാർഫ് അവന് കൊടുക്കുന്നു. എനിക്ക് കുഴപ്പമില്ല, ഇത് യൂസ് ചെയ്ത് നീ വാമായിരിക്കാൻ ശ്രമിക്കുക എന്ന് ഷിനാറ്റ്സു ടൈക്കിയോട് പറയുന്നു. ഇത് കണ്ട് ടൈക്കി തന്റെ മനസ്സിൽ പറയുന്നു, ശരിക്കും ഒരു ഭാര്യ തന്റെ ഭർത്താവിന് ടൈ ഇട്ട് തരുന്നത് പോലെയുണ്ട്. ഇങ്ങനെ ഇരിക്കെ അവിടെ സെക്യൂരിറ്റി ജിമ്മിന്റെ കീയുമായി വരുന്നു. ഇത് കണ്ട് ഷിനാറ്റ്സു അകത്തേക്ക് കയറുന്നതിന് മുമ്പ് ഇനി കോൾഡ് വരാതെ നോക്കണം ടൈക്കി എന്ന് പറയുന്നു. ഇത് കേട്ട് ടൈക്കി, നിങ്ങൾക്ക് എന്റെ പേരെങ്ങനെ അറിയാം? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് കേട്ട് ടൈക്കി, സോ ഷിനാറ്റ്സുവിന് എന്റെ പേര് ഇത്രയും കാലം അറിയാമായിരുന്നു. അപ്പൊ ഷിനാറ്റ്സു, ടൈക്കി നിനക്ക് നല്ലൊരു അമ്മയുണ്ടെന്ന് പറയുന്നു. അപ്പോഴാണ് ടൈക്കി റിയലൈസ് ചെയ്യുന്നത് അവന്റെ അമ്മ അവന്റെ സ്കാർഫിൽ അവന്റെ പേര്
എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടാണ് ഷിനാറ്റ്സുന് അവന്റെ പേര് മനസ്സിലായത്. അവിടുന്ന് കട്ട് ചെയ്ത ടൈക്കി ഇപ്പൊ പ്രാക്ടീസ് ചെയ്തതിനു ശേഷം തന്റെ ക്ലോത്ത് വാഷ് ചെയ്യുകയാണ്. അപ്പൊ അവൻ ഇന്ന് ഷിനാറ്റ്സു അവന്റെ പേര് പറഞ്ഞത് ആലോചിച്ച് സന്തോഷിക്കുന്നു. ഇങ്ങനെ അവൻ അവിടെ നിന്ന് വരുമ്പോൾ ബാസ്കറ്റ്ബോൾ കോച്ചിനോട് സംസാരിക്കുന്ന ഷിനാറ്റ്സുനെ അവൻ കാണുന്നു. ഇങ്ങനെ ടൈക്കി അവരെ നോക്കുമ്പോൾ അവിടെ ഹീന വരുന്നു. ടൈക്കി ഷിനാറ്റ്സുനെയാണ് നോക്കുന്നതെന്ന് മനസ്സിലാക്കി ഹീന, നിനക്ക് നിന്റെ ലെവലുള്ളവരെ നോക്കിയാൽ പോരെ. ഇത് കേട്ട് ടൈക്കി അവർ വളരെ സീരിയസ് ആയി സംസാരിക്കുന്നത് കണ്ട് നോക്കിയതാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. അപ്പോ ഹീന, ഞാൻ കഴിഞ്ഞ ദിവസം അവൾ ഒരു പയ്യനുമായി പോകുന്നത് കണ്ടിരുന്നു. ഇത് കേട്ട് ടൈക്കി ടെൻഷനായി അത് ആരാണെന്ന് ചോദിക്കുന്നു. ഇത് ഹീനയുടെ ട്രിക്ക് ആയിരുന്നു. ടൈക്കിയുടെ റിയാക്ഷൻ അറിയാൻ വേണ്ടി അവൾ അങ്ങനെ പറഞ്ഞതാണ്. അവിടുന്ന് കട്ട് ചെയ്ത ഈവനിങ് എല്ലാവരും അവരവരുടെ പ്രാക്ടീസിന് ശേഷം അവരുടെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോഴാണ് ടൈക്കിക്ക് ഓർമ്മ വരുന്നത് അവൻ അവന്റെ ടവൽ എടുക്കാൻ മറന്നു. ദെൻ ടൈക്കി ടവൽ എടുക്കാൻ വേണ്ടി ജിമ്മിലേക്ക് പോകുന്നു. അപ്പൊ അവിടെ ഒരാൾ മാത്രം പ്രാക്ടീസ് ചെയ്യുന്നു. അത് നമ്മുടെ ഷിനാറ്റ്സു ആണ്. ടൈക്കി അവിടെ നിൽക്കുന്നത് കണ്ട് ഷിനാറ്റ്സു ടൈക്കി എന്ന് വിളിക്കുന്നു. ഇതാണ് ടൈക്കി, നിങ്ങൾ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുകയാണോ? ഇന്നത്തെ പ്രാക്ടീസിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കരുതി കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്തിട്ട് പോകാമെന്ന്. ഇങ്ങനെ ഇരിക്കെ ഷിനാറ്റ്സു ടൈക്കിയോട് ചോദിക്കുന്നു, നമുക്ക് രണ്ടുപേർക്കും ഒരു മാച്ച് കളിച്ചാലോ? അങ്ങനെ അവർ രണ്ടുപേരും കളിക്കുന്നു. ഷിനാറ്റ്സുവിന്റെ സ്പോർട്ട് ബാസ്കറ്റ്ബോൾ ആയതുകൊണ്ട് ഷിനാറ്റ്സു നല്ല രീതിക്ക് തന്നെ കളിക്കുന്നുണ്ട്. ബട്ട് നമ്മുടെ ടൈക്കിയുടെ കാര്യം അങ്ങനെയല്ല. അവളുടെ കൂടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. ദെൻ ഷിനാറ്റ്സു ടൈക്കിയോട് പറയുന്നു, നീ അത്യാവശ്യം നല്ല രീതിക്ക് കളിക്കുന്നുണ്ട്. ഇത് കേട്ട് ടൈക്കി, എന്റെ അമ്മ ഒരു ബാസ്കറ്റ്ബോൾ പ്ലെയർ ആയിരുന്നു, അതുകൊണ്ട് വല്ലപ്പോഴും ഞാൻ എന്റെ അമ്മയുടെ കൂടെ ബാസ്കറ്റ്ബോൾ കളിക്കാറുണ്ട്. ഇത് കേട്ട് ഷിനാറ്റ്സു, എന്റെ അമ്മയും ബാസ്കറ്റ്ബോൾ ടീമിൽ ഉണ്ടായിരുന്നു, ഞാനും അമ്മയും ഒരുമിച്ച് ബാസ്കറ്റ്ബോൾ കളിക്കാറുണ്ട്. അങ്ങനെയാണ് ഞാൻ ബാസ്കറ്റ്ബോൾ ടീമിൽ ജോയിൻ ചെയ്തത്. ദെൻ ഷിനാറ്റ്സു ടൈക്കിയോട് ചോദിക്കുന്നു, നീ എപ്പോഴെങ്കിലും ബാസ്കറ്റ്ബോൾ കളിക്കുന്നതിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ ടൈക്കി പറയുന്നു, സത്യം പറഞ്ഞാൽ ഞാനൊരു ടീം പ്ലെയർ അല്ല, എനിക്ക് ബാഡ്മിന്റൺ കോർട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് ഇഷ്ടം. കാരണം എല്ലാ റെസ്പോൺസിബിലിറ്റിയും എനിക്ക് മാത്രമായിരിക്കും. അതിപ്പോ ഞാൻ ജയിച്ചാലോ തോറ്റാലോ എല്ലാ റെസ്പോൺസിബിലിറ്റിയും എനിക്ക് മാത്രമാണ്. ദെൻ ടൈക്കി ഷിനാറ്റ്സുനോട് ഒരു കാര്യം പറയുന്നു, നിങ്ങൾ ജൂനിയർ ഹൈസ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത ദിവസം നിങ്ങൾ ഇതുപോലെ പ്രാക്ടീസ് ചെയ്തിരുന്നില്ലേ? ഇത് 1.5 വർഷം മുമ്പാണ്. അന്ന് ഒരു ക്ലബ് ആക്ടിവിറ്റീസും ഇല്ലായിരുന്നു. ഞാൻ എന്റെ സാധനങ്ങൾ പാക്ക് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഇവിടെ വന്നത്. അന്ന് ഞാൻ കണ്ടത് നിങ്ങൾ കരഞ്ഞുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അതിനുശേഷമാണ് ഞാൻ അറിഞ്ഞത് നിനക്ക് ചെറിയൊരു പോയിന്റിന്റെ വ്യത്യാസത്തിൽ നാഷണൽസ് നഷ്ടപ്പെട്ടെന്ന്. എനിക്കറിയാം ഇത് നിങ്ങൾക്ക് എത്രമാത്രം സങ്കടമുണ്ടാക്കുന്ന കാര്യമാണെന്ന്. ബട്ട് സത്യം പറഞ്ഞാൽ അന്ന് തൊട്ടാണ് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. നീയാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്തത്. ഇങ്ങനെ ഇത് കേട്ട് ഷിനാറ്റ്സുവിന് സങ്കടവും സന്തോഷവും ഒരുമിച്ച് വന്നൊരു ഫീൽ ആയിരുന്നു. അപ്പൊ അവിടെ സെക്യൂരിറ്റി വന്ന് ജിം ക്ലോസ് ചെയ്യാൻ പോവുകയാണെന്ന് പറയുന്നു. അവിടുന്ന് കട്ട് ചെയ്ത അടുത്ത ദിവസം രാവിലെ ടൈക്കി ജിമ്മിലേക്ക് പോകുന്നതിന് മുമ്പ് തന്റെ ടിഫിൻ എടുക്കുമ്പോൾ അവിടെ ഒരു മാഗസീൻ അവൻ കാണുന്നു. അതിൽ ഷിനാറ്റ്സുവിന്റെ പിക്ചർ ഉണ്ട്. ഇത് ടൈക്കി നോക്കുന്നത് കണ്ട് അവന്റെ അമ്മ, നിനക്ക് അവളെ അറിയാമോ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് ടൈക്കി, എനിക്ക് അറിയില്ലെന്ന് പറയുന്നു. സത്യം പറഞ്ഞാൽ ഞാനും ഷിനാറ്റ്സുവിന്റെ അമ്മയും സെയിം ബാസ്കറ്റ്ബോൾ ടീമിലായിരുന്നു. ഇത് കേട്ട് ടൈക്കി വല്ലാണ്ട് ഷോക്ക് ആവുന്നു. ഇത്ര വലിയ കോണ്ടാക്ട് ഉണ്ടായിട്ടും ഞാൻ ഇത് അറിഞ്ഞില്ലല്ലോ. ഞാനിപ്പോഴും അവളോട് സംസാരിക്കാറുണ്ട്. ബട്ട് എനിക്ക് അറിയില്ലായിരുന്നു അവളുടെ മകൾ ഇത്ര നന്നായി ബാസ്കറ്റ്ബോൾ കളിക്കുമെന്ന്. ബട്ട് പാവം, അവളുടെ അച്ഛന് ട്രാൻസ്ഫർ ആയതിനെ തുടർന്ന് അവർ വേറെ കൺട്രിയിലേക്ക് പോവുകയാണ്. ഇത് കേട്ട് ടൈക്കി ഷോക്ക് ആവുന്നു. പെട്ടെന്ന് ടൈക്കി ജിമ്മിലേക്ക് പോകുന്നു. ഇങ്ങനെ പോകുന്ന വഴിക്ക് ടൈക്കി പറയുന്നു, വേറെ കൺട്രിയിലേക്കോ? ഇതൊക്കെ എന്തുകൊണ്ടാണ് നടക്കുന്നത്? ഷിനാറ്റ്സുന് ഇതിനൊക്കെ സമ്മതമാണോ? അവളാണ് ആദ്യം ജിമ്മിൽ വന്ന് പ്രാക്ടീസ് ചെയ്യുന്നത്. അവൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയാണോ? ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് ടൈക്കി ജിമ്മിലെത്തുന്നു. അവിടെ പതിവ് പോലെ ഷിനാറ്റ്സു പ്രാക്ടീസ് ചെയ്യുന്നു. ടൈക്കിയെ കണ്ട് ഷിനാറ്റ്സു, ടൈക്കി നിനക്ക് എന്ത് പറ്റി? ഷിനാറ്റ്സു, നീ എന്തൊക്കെ സംഭവിച്ചാലും നാഷണൽസിൽ പോകണം. ഞാൻ നിന്നെ കണ്ടാണ് ഹാർഡ് വർക്ക് ചെയ്യാൻ പഠിച്ചത്. നമ്മുടെ ലക്ഷ്യം എത്ര വലുതാണെങ്കിലും നമ്മൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് അത് നേടിയെടുക്കണം. സോ പ്ലീസ്, നീ നിന്റെ ഡ്രീംസ് ഉപേക്ഷിക്കരുത്. അതിപ്പോ നിന്റെ പാരന്റ്സിന്റെ ട്രാൻസ്ഫർ ആണെങ്കിൽ പോലും. ഇതൊക്കെ കേട്ട് ഷിനാറ്റ്സു, ബട്ട് ഞാൻ ഇവിടെ നിന്ന് എവിടെയും പോകുന്നില്ലല്ലോ. ഇത് കേട്ട് ടൈക്കി ആകെ ഇല്ലാണ്ടാകുന്നു. എന്റെ പാരന്റ്സ് ആണ് പോകുന്നത്. ഞാനിവിടെ ഞങ്ങളുടെ പരിചയത്തിലുള്ള ഒരാളുടെ വീട്ടിൽ സ്റ്റേ ചെയ്യാൻ പോവുകയാണ്. ഇത് കേട്ട് ടൈക്കി, ഞാനിപ്പോ എന്തൊക്കെയാ പറഞ്ഞത്? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഇത്രയും കാലം അവളോട് ഇഷ്ടമുണ്ടായിട്ടും അത് പറയാതെ പെട്ടെന്നൊരു നിമിഷം അവൾ നഷ്ടപ്പെടുമെന്ന് കണ്ടപ്പോ അവന്റെ എല്ലാ ഇമോഷനും പുറത്തു വന്ന് അവൻ അവളോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു. ബട്ട് കാര്യങ്ങൾ അവൻ കരുതിയതുപോലെയല്ല. ഇതൊക്കെ കേട്ട് ഇത് നല്ല കാര്യമാണെന്ന് പറഞ്ഞ് ടൈക്കി അവിടെ നിന്ന് നൈസായി എസ്കേപ്പ് ആകാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഷിനാറ്റ്സു അവനോട് പറയുന്നു, നമ്മുടെ പാരന്റ്സ് കൂടെ അല്ലെങ്കിൽ നമുക്ക് ലോൺലിനെസ് ഫീൽ ചെയ്യും. ബട്ട് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നാഷണൽസിൽ കളിച്ചിരിക്കും. ഇതിന് കാരണം നീയാണ് ടൈക്കി. ഇത് കേട്ട് ടൈക്കി, ഞാൻ അതിന് ഒന്നും ചെയ്തില്ലല്ലോ. അപ്പൊ ഷിനാറ്റ്സു അവന്റെ നേരെ തന്റെ ബോൾ പാസ് ചെയ്ത്, ടൈക്കി നിനക്ക് കുഴപ്പമില്ലെങ്കിൽ നമുക്ക് വല്ലപ്പോഴും ബാസ്കറ്റ്ബോൾ കളിക്കാം. ഇത് കേട്ട് ടൈക്കി, അതൊക്കെ, ബട്ട് ഒരു ദിവസം നമ്മൾ ബാഡ്മിന്റണും കളിക്കണം. അവിടുന്ന് കട്ട് ചെയ്ത അടുത്ത ദിവസമാകുന്നു. ടൈക്കി താൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് കിടക്കുകയാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ജിം അവധിയാണ്. ദെൻ ടൈക്കി കിച്ചണിലേക്ക് പോകുന്നു. അപ്പൊ ഷിനാറ്റ്സു ടൈക്കിയോട് ഗുഡ് മോർണിംഗ് പറയുന്നു. ഇത് കണ്ട് ടൈക്കി വല്ലാതെ ഷോക്ക് ആവുന്നു. ഷിനാറ്റ്സു എന്റെ വീട്ടിൽ എന്താണ് ചെയ്യുന്നത്? ഇങ്ങനെ ടൈക്കി നിൽക്കുമ്പോൾ അവിടെ ടൈക്കിയുടെ അമ്മയും ഷിനാറ്റ്സുവിന്റെ അമ്മയും വരുന്നു. ഓ ടൈക്കി, നീ എഴുന്നേറ്റോ? അവളുടെ പേര് ഷിനാറ്റ്സു കാനോ. അവൾ ഇന്നു മുതൽ നമ്മുടെ കൂടെയായിരിക്കും താമസിക്കാൻ പോകുന്നത്. ഇത് കേട്ട് ടൈക്കി ഷോക്കായി നിൽക്കുന്നു. അങ്ങനെ ഈ സീനോട് കൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.